പൊങ്കാലയുടെ പ്രശ്നം ആയി. രാവിലെ എണീറ്റ് സംസാരിക്കാൻ സമയമില്ല, പെട്ടെന്ന് പോകണം, ഓൾറെഡി ലേറ്റായി. ആ പറഞ്ഞത് എന്താണെന്ന് പോലും എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഉറക്കപ്പിച്ചിലാണ് പറഞ്ഞത്. അങ്ങനെ ഇന്നലെ തേച്ച് വെക്കേണ്ടതായിരുന്നു ഈ മുണ്ടും ഷർട്ടും ഒക്കെ, പക്ഷേ സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഈ രാവിലെ ആയിരുന്നു ഈ മുണ്ടും ഷർട്ടൊക്കെ തേച്ചത്. തലേ ദിവസമേ തേച്ച് വെച്ചിരുന്നെങ്കിൽ കുറേ സമയം ലാഭിച്ചാണ്. അങ്ങനെ സമയം അധികം ലേറ്റായി. അങ്ങനെ പോയി റെഡി ആയിട്ട് വരട്ടെ. കാരണം 9 മണിക്കാണ് അവിടെ എത്തേണ്ടത്, പക്ഷേ 8:30 ആയപ്പോൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അമ്മ രാവിലെ വിളക്ക് കത്തിച്ച് പൊങ്കാലയ്ക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അമ്മ ആദ്യമേ പോയി. അമ്മ വണ്ടിയിൽ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. പക്ഷേ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. അതുകൊണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞോ, കാരണം ആ റെഡിയാക്കുന്നതൊക്കെ വീഡിയോ എടുക്കണമല്ലോ. അപ്പം ആയില്ല, അടുപ്പ് മാത്രമേ വെച്ചോളൂ. ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. ഈ സ്ഥലം ട്രിവാൻഡ്രത്തുള്ളവർക്ക് മനസ്സിലായി കാണും. ഇതാണ് ആയുർവേദ കോളേജ്. ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. എല്ലാ പ്രാവശ്യവും ഇവിടെ തന്നെ വേണമെന്നില്ല, പല സ്ഥലത്തായിരിക്കും. ഈ പ്രാവശ്യം ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. ഈ സ്ഥലങ്ങളെന്നൊക്കെ പറയുമ്പോൾ ട്രിവാൻഡ്രത്തെ സിറ്റിയാണ്, മെയിൻ പോയിന്റ് സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. എല്ലാ സാധനവും എടുത്തു, ഒന്നും മറന്നില്ല, എല്ലാം റെഡിയാക്കി എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകില്ലേ. പക്ഷേ ഇതൊരു മെയിൻ സാധനമാണ്, ഇത് എടുക്കാൻ മറന്നു. അങ്ങനെ പുതിയത് പോയി വാങ്ങി. ഇപ്പോൾ ഈ കാണുന്ന പോലെയല്ല, കുറച്ച് കഴിയുമ്പോൾ പൊങ്കാല സമയത്തൊക്കെ ഇവിടെ ഭയങ്കര പുകയായിരിക്കും. ഈ ഒരു ഫുള്ള് പുകയായിരിക്കും. കാണുന്ന പോലെയല്ല, നല്ല ഡിഫറെൻ്റാണ്. പിന്നെ ഇതിപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കൽ സമയം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊരു തിരക്കേറിയൊരു സ്ഥലമാണ് ഇവിടെ. അങ്ങനെ വിളക്ക് കത്തിച്ചു. കാരണം ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പൊങ്കാല തുടങ്ങും. അപ്പോൾ നേരത്തെ വിളക്ക് കത്തിച്ചു. അങ്ങനെ പൊങ്കാല കത്തിക്കാനുള്ള സമയമായി. പൊങ്കാല കത്തിക്കുന്ന സമയത്ത് ചെണ്ടമേളവും ചില സ്ഥലത്തൊക്കെ പടക്കം പൊട്ടിക്കും. പിന്നെ അനൗൺസ്മെൻറ്റ് ചെയ്യും കത്തിക്കാനായിട്ട്. തീ പകർന്ന് അങ്ങനെയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കത്തിക്കുന്ന വിളക്കിൽ നിന്നും നമുക്ക് കത്തിച്ച് എടുക്കാം. ഇവിടെ വിളക്കുണ്ടായിരുന്നതുകൊണ്ട് ഈ വരിയിലുള്ള എല്ലാവരും നമ്മളെ നിന്നാണ് തീ കത്തിച്ച് പോയത്. വെള്ളം തിളച്ചു. അമ്മ ആണ് ആദ്യം അരി ഇട്ടത്. പിന്നെ അതിനുശേഷം ഞാനും ഇതേപോലെ പ്രാർത്ഥിച്ച്, മനസ്സിലെന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് അരി ഇടാം, അല്ലാതെ നമുക്ക് പ്രാർത്ഥിച്ചിടാം. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ്
ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ ഇതേപോലെ അരി ഇടുന്നത്. ഇതിനു മുമ്പേ ഒരു വട്ടം ഒരു 2 വർഷം മുന്നേ ഇതേ കണക്ക് അമ്മയുടെ കൂടെ പോയിട്ട് ഇതേപോലെ അരി ഇട്ടിട്ടുണ്ട്. നല്ല ചൂടുമുണ്ട്, അതുപോലെ തന്നെ നല്ല പുകയും, കണ്ണ് നീറും. അപ്പോൾ അതുപോലെ മാർച്ച് സമയമായതുകൊണ്ട് ഭയങ്കര ചൂടാണ്. പക്ഷേ അതൊക്കെ തരണം ചെയ്ത് ഇങ്ങനെ പൊങ്കാലിടാം. അതൊരു ഫീൽ തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഏകദേശം ഒരു സമയത്ത് തന്നെയാണ് തിളയ്ക്കുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും തിളച്ചു തുടങ്ങി. ഇനി തിളച്ചാൽ മാത്രം പോരാ, തിളച്ചതിങ്ങനെ പൊങ്ങിപ്പോണം. അതാണ് അതിൻ്റെ ഒരു ഐശ്വര്യം. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് ഈ പൊങ്കാലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഫ്രൂട്ട്സ് കിട്ടും, മോര് കിട്ടും, ജ്യൂസ് കിട്ടും, ഫുഡ് കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ഒന്നും കൊണ്ടുപോകണ്ട, എല്ലാം അവിടെ തന്നെ കിട്ടും. തിളച്ച് പൊങ്ങിപ്പോകുന്നത് കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേ ഇതുവരെ ആയില്ല. ഇനി കഴിഞ്ഞ പ്രാവശ്യം വേറൊരു അമ്പലത്തിൽ ഇതേ കണക്ക് പൊങ്കാല ഇട്ടായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട്. പക്ഷേ അതിൽ കലം പൊത്തിട്ടുണ്ടായിരുന്നു. ഇനി അതേപോലെ ഇതും ആവുമെന്ന് കരുതിയിരിക്കുകയാണ്. പക്ഷേ എന്തോ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പുറത്തെ തൊട്ടടുത്തിരുന്ന കലം തിളച്ചു. നമ്മളത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും തിളച്ച് പൊങ്ങി. സന്തോഷം. അപ്പോഴാണ് എനിക്കും അമ്മയ്ക്കും സന്തോഷമായത്. തിളച്ച് പൊങ്ങാത്തതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ തിളച്ചിങ്ങനെ പൊങ്ങി പോകണം. അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു സന്തോഷ സമാധാനമായത്. തിളച്ചതിന് ശേഷം ശർക്കര ഇട്ടു, തേങ്ങ ഇട്ടു, പിന്നെ നമ്മളെ മുന്തിരി, ഏലക്ക അതൊക്കെ ഇടുന്നത്. അതൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പഴവും, അത് കഴിഞ്ഞിട്ട് നെയ്യ്, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ പ്രാവശ്യം പൊങ്കാല ഇട്ടത് ശർക്കര പൊങ്കാലയാണ് നമ്മളിട്ടത്, ശർക്കര പായസം. എല്ലാ വർഷവും ഇത് തന്നെയാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മൾ വെള്ള പായസം ഇടാറുണ്ട്. അങ്ങനെ നല്ല മോര് കിട്ടി, നല്ല തണുത്ത മോരൊക്കെ കുടിച്ച് അങ്ങനെ പായസം എല്ലാം റെഡിയാക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി 2 മണിക്കാണ് ഇനി തളിക്കുന്നത്. ആ സമയത്തായിരിക്കും ഇനി ഇത് വരിക. പിന്നെ പലഹാരം ഉണ്ടാക്കുന്നവർ, കുമ്പളപ്പം, മണ്ടപ്പുറ്റ് ഇതൊക്കെ ഉണ്ടാക്കുന്നവരുണ്ടാക്കും. നമ്മൾ ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടാക്കുന്നില്ല, പായസം മാത്രമേ വെച്ചോളൂ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ളതെന്ന് പറയുമ്പോൾ ഫുഡ്. ഇനി പൊങ്കാലൊക്കെ ഇട്ടതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഫുഡ് തന്നെയാണ്. പല കമ്മിറ്റിക്കാർ, പല സ്ഥാപനങ്ങൾ, പല ആൾക്കാരും സ്പോൺസർ ചെയ്യുന്നവരുണ്ട്. അതിപ്പം കൂടുതലും ഊണ് തന്നെയായിരിക്കും. പിന്നെ ചില സ്ഥലത്ത് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാവും. കൂടുതലും ഊണ് തന്നെയായിരിക്കും എല്ലായിടത്തും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ആ ഗ്യാപ്പിൽ ഇതേപോലെ കവറൊക്കെ കിട്ടും. കവർ മാത്രമല്ല, കവറ്, തൊപ്പി, വീശറി. പക്ഷെ അതിലൊക്കെ എല്ലായിടത്തും അവരുടെ ഒരു ബ്രാൻഡിൻ്റെ പേര് എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് ഉപകാരമാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പരസ്യവും. പക്ഷേ നമ്മൾ ഉപകാരം ഉള്ളതുകൊണ്ട് അത് നമ്മൾ വാങ്ങും. പിന്നെ ചില ആൾക്കാർ അതിന് പകരം ഫ്രൂട്ടി, പിന്നെ തണ്ണിമത്തൻ അങ്ങനെയൊക്കെ കൊണ്ടുതരും. ഇനി ഇവിടെയൊക്കെ ഒന്ന് കാണാമെന്ന് എഴുതിയിട്ട് ചുമ്മാ നടക്കാനായിട്ട് ഇറങ്ങി. നമ്മൾ ആദ്യം ഈ സ്വർണ്ണമാളയുടെ അടുത്ത സ്ഥലം പിടിച്ചത്, പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വഴിച്ച് കണ്ടു. അങ്ങനെ അവനെ അന്വേഷിച്ച് പോവുകയാണ്. പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് അങ്ങനെ പോവുകയാണ്. പൊങ്കാല കുറച്ചും കൂടെ നേരത്തെയാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡ് കൊടുത്ത് തുടങ്ങി. അതിൻ്റെ ക്യൂ ആണ് ആ കാണുന്നത്. ഈ പുക പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും. കുറച്ച് നേരം ഈ പുക ഇങ്ങനെ ഉണ്ടാവും സിറ്റി മുഴുവനും. ഇതാണ് ഞാൻ പഠിച്ച സ്കൂള്, 5 വർഷം പഠിച്ച സ്കൂള്. എനിക്ക് സ്കൂളിനകത്തോട്ട് കയറി പോകണം, ഈ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ്, അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേറൊരു ദിവസം സ്കൂളിൽ കയറുന്ന ഒരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം എടുക്കാമെന്ന് പിന്നെ വിചാരിച്ചു. ഇവിടെ ഫുഡ് കൊടുക്കാൻ റെഡിയായി. അപ്പോൾ അതിനുള്ള ക്യൂ ആണിത്. ഈ പ്രാവശ്യം ഭീമ ജ്വല്ലറിയുടെ വകയുള്ള അന്നദാനമാണ് കഴിക്കുന്നത്. അങ്ങനെ ക്യൂ നിന്നു. അമ്മയടുത്ത് വിളിച്ച് പറഞ്ഞു. അങ്ങനെ പാത്രം ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അങ്ങനെ മോരും പായസവും സാമ്പാറും അച്ചാറും അവിയലും തോരനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ നേരം സമയം അങ്ങനെ പോയി. 2:15 തളിക്കുന്നത്.
ഈ വരിവരിയായിട്ട് കിടക്കുന്ന ബസ് എന്ന് പറയുന്നത് പൊങ്കാലയ്ക്ക് വന്ന ആൾക്കാർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബസ് ഇങ്ങനെ വരിവരിയായിട്ട് കിടക്കുന്നത്. പൊങ്കാലയ്ക്ക് ശേഷം ട്രിവാൻഡ്രം ക്ലീനാക്കാനായിട്ട് കോർപ്പറേഷൻ ഉച്ചയ്ക്ക് റെഡിയായി. അതിനുള്ള പുറപ്പാടാണ് ഇതൊക്കെ. എല്ലാവരെയും ഓരോരോ വശത്തോട്ട് പറഞ്ഞു വിട്ടു. പൊങ്കാല തളിക്കുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 2:15 തളിക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്നായിരുന്നു പൊങ്കാല തളിച്ചങ്ങ് പോയത്. വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ പൊങ്കാലയും സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വണ്ടിയിൽ കയറ്റി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിലൊക്കെ പൊങ്കാല ഇട്ടതിന് ശേഷം പോകുന്ന ആൾക്കാരും പൊങ്കാല ഇട്ടതിൻ്റെ കല്ലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ആലോചിക്കുകയാണ്, പണ്ടൊക്കെ സിറ്റിയിലൊക്കെ ആയിരുന്നു, തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു പൊങ്കാല ഇടാനായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കൂടി ഏകദേശം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ പൊങ്കാലയായി. അങ്ങനെ ചെറിയൊരു ബ്ലോക്കിന് ശേഷം വീടെത്തി. ഇതാണ് നമ്മൾ വെച്ച പൊങ്കാല, ശർക്കര പായസം. അങ്ങനെ ഇനി ഇതിൽ നിന്ന് കുറച്ചൊക്കെ വീടിനടുത്തുള്ളവർക്ക് കൊടുക്കട്ടെ. അങ്ങനെ ഈ പ്രാവശ്യം പൊങ്കാല ഇടാൻ പറ്റി. എല്ലാം നല്ല രീതിയിൽ നടന്നു. അടുത്ത പ്രാവശ്യവും ഇതേപോലെ പൊങ്കാല ഇടാൻ പറ്റട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബായ്.